അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ മക്കയിലെയും മദീനയിലെയും ചരിത്ര സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഉംറയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹജ്ജിനുമായിട്ട് വരുന്നവർക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ, ഹജ്ജിന്റെ വീഡിയോസ്, ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സൗദി അറേബ്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് വരാറുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ താമസിക്കുന്ന പ്രവാസികൾ അവരുടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അവർക്ക് നാട്ടിൽ നിന്ന് വേറെ ആളുകളുടെ കയ്യിൽ കൊടുത്തുവിടാൻ പറ്റുമോ, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സംശയത്തിൽ നിൽക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇനി ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോടോ അല്ലെങ്കിൽ സുഹൃബന്ധത്തിൽപ്പെട്ടുള്ള ആളുകളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൗദി അറേബ്യയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകും, ഇനിയിപ്പോൾ ഞാനിത് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ പിടിക്കുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ എനിക്ക് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഭയങ്കരമായിട്ട് സംശയങ്ങളും പേടിയും മനസ്സിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു കണക്കിന് ചിലപ്പം മരുന്നൊക്കെ ആയിട്ട് സൗദി അറേബ്യയിലേക്ക് വരാം. പല മരുന്നുകളും സൗദി അറേബ്യയിൽ കൺട്രോൾഡ് മരുന്നുകളാണ്, അതായത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള മരുന്നുകളാണ്. നമ്മുടെ നാട്ടിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, പക്ഷെ ആ മരുന്ന് ഇവിടെ സൗദി അറേബ്യയിൽ കൺട്രോൾഡ് ലിസ്റ്റിലായിരിക്കും, അതായത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റിലായിരിക്കും ആ ഒരു മരുന്ന് പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഇത്തരത്തിലുള്ള ലിസ്റ്റിൽപ്പെട്ട മരുന്നുകളാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും യാത്ര ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ ഏൽപ്പിച്ച ആളുകൾക്ക് വരുന്ന സമയത്തുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടാകാറുണ്ട്. സൗദി ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഒരു പുതിയ നിയമം, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നിയമത്തിലൊരു ഭേദഗതി വരുത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ അപ്രൂവൽ എടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ആ ഒരു ലിങ്കിൽ കയറിയതിനു ശേഷം ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ലിങ്ക് വെച്ച് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്യുക. അതായത് ഡ്രഗിന്റെ പേരുണ്ടാവും, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ പേര്, അതിന്റെ ഡോസ്, അത് എത്രയാണ് നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എത്ര കാലം നിങ്ങൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ് ഹജ്ജിന് വേണ്ടിയിട്ടാണെങ്കിലൊക്കെ എത്ര കാലാവധി ഉണ്ടാവില്ല, നമ്മൾ എത്ര ദിവസങ്ങൾ ഇവിടെ താമസിക്കുന്നുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കണം, അതായത് എന്ത് അസുഖത്തിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് എന്നുള്ളതിന് തെളിവിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മരുന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ